കൂടുന്നതുകൊണ്ടാണത്. ഈശ്വരാംശം കൂടുന്നത് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഓർഗൻ പാർട്സും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ആ നല്ല ഓർഗൻ പാർട്സ് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് എല്ലാ ഓർഗൻ പാർട്സും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതിനുള്ള അനുകൂല സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മളുടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതെന്ന് പറയാൻ റെയർ എർത്താണ്, ലോകത്തിന് ഇത് റെയർ എർത്താണ്. ഇപ്പൊ ചൈനയോട് ആരും മത്സരിക്കാത്തതിന്റെ യുദ്ധം പ്രഖ്യാപനം ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയുടെ കയ്യിൽ ഒരുപാട് റെയർ എർത്ത് ഉണ്ട്. ലോകത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ഇതേപോലുള്ള റെയർ എർത്ത് വളരെ അത്യാവശ്യമാണ്. ഇതൊരു 64ാമത്തെ മൂലകമാണ്, വളരെ റെയറാണിത്. ഇതിപ്പോ ചൈന, കൊറിയ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. 1900 കോടി രൂപയാണ് ഇന്ത്യയിൽ നമ്മളെ മോദി സർക്കാർ ഇത് ഖനനം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. കാരണം ഇന്ത്യ വളരെ കാരണം ഇതേപോലുള്ള മൂലകൾ കണ്ടെത്താനായിട്ട് ഇന്ത്യ വളരെയേറെ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഈ റെയർ എർത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയുടെ കയ്യിലാണ്. 1900 കോടി രൂപ ഖനനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അത് നമ്മളെ നീണ്ടകരയിലുള്ള കരിമണ്ണിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എന്നാ പറയുന്നത്. അപ്പൊ ഇന്ത്യ ഇതിൽ ഈ കാര്യത്തിൽ ഇന്ത്യ സമ്പന്നമായി കഴിഞ്ഞ് പിന്നെ മറ്റൊരു പ്രൊഡക്റ്റ് അൾട്രാബെറിയാണ്. അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ പ്രൊഡക്റ്റ് ആണ്. നമ്മളെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ വെൽനസിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ്. അതാണ് ഒരു പ്രത്യേകത. എന്താ